പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഭൂമിയിൽ നമുക്ക് കർത്താവ് മാതാപിതാക്കളെ നൽകിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് കർത്താവ് നമ്മെ ദാനമായി നൽകിയിരിക്കുന്നു. നമുക്കും കർത്താവ് ആമേൻ കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലെ മാതാപിതാക്കളെക്കാൾ ഉപരി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, ആമേൻ നമ്മെ കരം പിടിച്ച് ഓരോ നിമിഷവും നമ്മെ നടത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. അതെ, ആ ദൈവത്തിൻ്റെ മക്കളാകുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലേ. എന്നാൽ ഒരു പരിധി കൂടാതെ ആമേൻ ഹല്ലേലൂയ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ശക്തിയും പരാക്രമവും, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നമ്മുടെ ദൈവത്തിനുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവലോക സൃഷ്ടിതാവാണ്, സർവത്തിനും ഉടയവനാണ്. ആമേൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ മക്കൾ എന്ന ഒരു പദവി അതെത്ര അനുഗ്രഹമാണ്. എത്ര പേർ കൊതിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവമക്കളെന്ന് പറയുന്ന ഇന്ന് നാം ആ ഒരു ബന്ധത്തിലാണോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നത്? ആമേൻ. സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് ശോധന ചെയ്യാം. ആമേൻ. വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ. യേശു കർത്താവിനെ ആരാണോ കൈക്കൊള്ളുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ആരാണോ വിശ്വസിക്കുന്നത്, അതാരായിരുന്നാലും ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ എൻ്റെ കർത്താവ് അധികാരം നൽകിയിരിക്കുന്നു. എത്ര വലിയൊരു പദവിയാണ്. അപ്പോൾ ഞാനും ഒരു മാതാവാണ്, എനിക്ക് മാതാപിതാവുമുണ്ട്. ആമേൻ. സ്തോത്രം. എന്നെ വിശ്വസിച്ച്, എന്നെ സ്നേഹിച്ച് വരുന്ന ഒരാൾക്കും, അല്ല എങ്കിൽ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മറ്റാർക്കും ആ മകനെന്നോ മകളെന്നോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അധികാരം നാം കൊടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം എത്ര സ്നേഹവാനായ കർത്താവാണ്. അപ്പോൾ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോ നിമിഷവും ആ ദൈവത്തോടുള്ള സ്നേഹബന്ധം നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്. ആ യേശു കർത്താവിനെ നാം എത്രത്തോളം അധികമായി നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുമോ, എത്രത്തോളം അധികമായി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ, ആമേൻ, എല്ലാ നാമത്തിലേക്കാളും മേലായ നാമം, ആമേൻ, അത്രമാത്രം നമുക്ക് ദൈവമക്കളെന്ന അധികാരം കർത്താവ് നമുക്ക് നൽകി ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്ന, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ മറന്നു കളയത്തില്ല. വീണ്ടും വായിക്കുന്ന, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? എപ്പോഴും എല്ലാവരും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് മതി, അല്ല എങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് മതി. ആമേൻ. സ്തോത്രം. ഒരു ഹല്ലേലൂയ സ്തോത്രം സിറ്റുവേഷൻ മതി നമ്മെ തകർത്ത് കളയുവാൻ, നമ്മെ ക്ഷീണിപ്പിക്കുവാൻ. എന്നാൽ അവിടെയും നമുക്കെങ്ങനെ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും? നിത്യനായ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് ഞാൻ. ആ ഒരു ഉറപ്പ് നമുക്കുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ആ ഒരു അധികാരം നമുക്കുണ്ട്. ആമേൻ. എങ്കിൽ ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാതെ പതരാതെ നമുക്ക് നിൽക്കുവാനിടയായിത്തീരും. ആയതിനാൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും
എല്ലാറ്റിനേക്കാളും ഉപരി യേശു കർത്താവിനെ ആഴമായി സ്നേഹിക്കുക. ആമേൻ, സ്തോത്രം. ദൈവത്തെ ആഴമായി സ്നേഹിക്കുക. യേശുവിനെ കൈക്കൊള്ളാത്തവർ യേശുവിനെ കൈക്കൊള്ളുക. സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുക. വായ്കൊണ്ട് ഏറ്റു പറയുക. ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. കർത്താവ് നമ്മെ ജയത്തോടെ വഴി നടത്തും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ കർത്താവെ, അങ്ങ് വിശ്വസിക്കുന്ന അപ്പാ സ്തോത്രം, സ്തോത്രം. അങ്ങേ കൈക്കൊള്ളുന്ന എല്ലാവർക്കും അങ്ങ് അങ്ങയുടെ മക്കളാകുന്ന അധികാരം കൊടുത്തുവല്ലോ. അങ്ങ് സർവശക്തനാണ്. അങ്ങേക്ക് ചെയ്യുവാൻ കഴിയാത്ത അസാധ്യമായ ഒരു കാര്യവുമില്ല കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഇന്നത്തെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുവായിരുന്നാലും എൻ്റെ കർത്താവ് മാറ്റുവാൻ സർവശക്തനാണ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കളായി തീരാത്തവർ നാടുകൾ ഞങ്ങളുടെ മക്കളായി തീരുവാൻ അവരെ സമർപ്പിക്കപ്പെടുവാൻ ഇടയാക്കണം. ദൈവമക്കൾ എന്ന ലേബലിൽ അറിയപ്പെടുന്ന കർത്താവ് ഓരോരുത്തരും ആ ഒരു ബന്ധം പുതുക്കിക്കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, മാനുഷിക ബന്ധങ്ങളെക്കാൾ ഉപരി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അധികമായി വളരുക ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.